ഹലോ, അപ്പോൾ ഇന്ന് കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബീഫാണ്. അപ്പം 2-3 ദിവസം മുന്നേ വാങ്ങിയ ബീഫിൻ്റെ കുറച്ച് എടുത്ത് വെച്ച് മാറ്റി വെച്ചിനെ. അപ്പം അതെടുത്തിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾ ഒക്കെ ഒന്നിട്ട് വേവിച്ചെടുക്കണേ. അത് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒരു ചട്ടിയിലേക്ക് സവോള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്കിപ്പം സാധനങ്ങളൊന്നും എല്ലാ സാധനങ്ങളും ഇപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒരു ബിരിയാണിയൊക്കെ തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും 2-3 കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിരിയാണി ആയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇവിടെ ബീഫ് ബിരിയാണി മക്കൾക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അങ്ങനെ പിന്നെ സവോളൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിനെ. അതും വാടി വന്ന സമയത്ത് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം ഇത് ചോറും മസാലയെല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണൊന്നും ഉണ്ടാവില്ല, ചെറിയ സ്പൂണാണല്ലോ, അതിന് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഒക്കെ ഈ സ്പൂണിന് ഓരോ സ്പൂണേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു കുത്തലൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിവാക്കിയിട്ട് ബീഫ് മാത്രം ഇടരുത്, അപ്പോൾ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫ് ഇടാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബീഫുള്ളൂ കേട്ടോ, അത് മതി. നിങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ അത് മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ബീഫൊക്കെ എടുക്കുന്നതിനനുസരിച്ച് മസാല ഒക്കെ ഇട്ടുകൊള്ളുണ്ട്. എന്നാലും ഓവർ മസാല ഇട്ടിട്ട് ഒരു മസാല മാത്രം ആയിപ്പോകരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല, എന്നാലും അത്യാവശ്യം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആവശ്യമില്ലാതെ ബീഫ് മസാല, ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി കേട്ടോ. അപ്പോൾ മസാല അവിടെ റെഡിയായി. ഇനി നമുക്ക് റൈസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു വയനയിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു വിസിലടിച്ചാൽ നമ്മളെ ചോറ് റെഡി ആയിട്ടോ. നെയ്ച്ചോറ് വെക്കാൻ പിന്നെ ആർക്കും അറിയാത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഇപ്പം എല്ലാവരും ഒരു വിധമൊക്കെ വെക്കുന്നതാണല്ലോ. അപ്പം ഞാൻ വെള്ളം സാധാ പച്ചവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ അത് തിളച്ച് വന്നതിന് ശേഷം അരിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഈ അരിയാണെങ്കിൽ അത്ര വില ഇല്ലാത്ത, അധികം വിലേൻ്റെ അരിയൊന്നുമല്ല കേട്ടോ. ഇത് 80 രൂപേൻ്റെ അരിയാണ്. പക്ഷെ നല്ല കുറച്ചൊരു നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ചൊന്ന് അധികം ഇട്ടാൽ മതിയേ. എന്നാൽ നല്ല ചോറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചോറ് ഒരു വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനൊന്ന് ഓഫാക്കിയിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന്, 20 മിനിറ്റ് ഒന്നും ആയില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേന് തുറന്നതിന് ശേഷം അടിപൊളി ചോറ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് അങ്ങ് കുറച്ചേ ഉള്ളല്ലോ, അപ്പോൾ ഒന്നായിട്ട് അങ്ങ് തട്ടി കൊടുത്തിട്ട് പിന്നെ ദമ്മൊന്നും വലിയ എന്താ പറയുക, നല്ല അടിപൊളി ദമ്മൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതെങ്ങനെ തന്നെ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾക്ക് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ. പക്ഷേ എൻ്റെ അടുത്ത് നെയ്യ് RKG ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു വെയിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ്, കുറച്ച് വെള്ളം ചെമ്പിലാക്കി വെച്ചാലും മതി, വെച്ചെടുത്ത് ഒരു 5 മിനിറ്റോളം ഒന്ന് തീ ഒന്ന് ലോയിലിട്ടിട്ട് ദം ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇന്നലെ വൈകുന്നേരം രാത്രിക്കാണ് ഉണ്ടാക്കിയപ്പോൾ വൈകുന്നേരം അങ്ങനെ പെട്ടെന്നൊരു ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് വന്നാട്ടോ ഈ ബിരിയാണി പൂതി. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ടോട്ടലി എല്ലാം കൂടി മിക്സ് ചെയ്താൽ
കേട്ടോ. അപ്പം മസാല വേറെ അങ്ങനെയൊന്നുമല്ല എടുക്കുന്നത്. ഇങ്ങനെ ഈ ബീഫ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മോൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ സ്കൂളിൽ വന്നപ്പോഴേ എന്തെങ്കിലും ഒരു ബിരിയാണി രാവിലെ പോകുമ്പം പറഞ്ഞതാണ്, എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പിന്നെ സമൂസൊക്കെ എടുത്ത് വെച്ച ബീഫ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പൊതുവേ ബീഫ് ബിരിയാണി ഒന്നും അത്ര ഇവിടെ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പോലെ എല്ലാവരും തിന്ന്. ഒരു ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിന്. ഉപ്പ രാത്രി പത്തിരി കേട്ടോ തിന്ന, പക്ഷെ ഇന്നലെ ബിരിയാണി കണ്ടപ്പോൾ പിന്നെ ഉപ്പക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉപ്പയും ബിരിയാണി തിന്ന്. പിന്നെ ഉമ്മ അവിടെ നിന്ന് തിന്നുന്നുണ്ട്, മറ്റേ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ പുറത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നും ഓരോ കൊമ്പത്തെ ഇരുന്നിട്ടാണ് തിന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.